Okay, we shall now proceed to the next unit. Actually, one poem and a little bit of grammar work is there in page number 112 and 112, 113 and 115. That poem is there. We will take that one later, maybe next week. Now we are proceeding to the next one, the other verse, seventh and the last unit. Seventh and the last unit. You see here, other worlds, other times. Other worlds, other times. Superman, the first real superhero. And the alien who captured our imagination. നമ്മുടെ ചിന്തകളെ എല്ലാം മാറ്റിമറിച്ച അല്ലെങ്കിൽ നമ്മുടെ മനസ്സുകളെ കീഴടക്കിയ ആദ്യത്തെ സൂപ്പർ ഹീറോയാണ് സൂപ്പർമാൻ. അത് നമ്മുടെ ഒരു ഏലിയൻ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഏലിയൻ. യു സി സൂപ്പർമാനെ കണ്ടിട്ടില്ല എല്ലാരും? സൂപ്പർമാനെ കണ്ടിട്ടില്ലേ? ഇതല്ലേ പടം? ഈ പടത്തിലുള്ള കാർട്ടൂൺ കണ്ടിട്ടില്ല? കാർട്ടൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ ഓക്കെ, യു സി, ഏലിയൻ എന്ന് നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്നത് ആരെയാ? ഏത് പ്ലാനറ്റിൽ നിന്നുള്ളവരെയാ? ഭൂമിയിൽ നിന്നുള്ളവരെയാണോ? അല്ല, അന്യഗ്രഹ ജീവികൾ. അത് തന്നെ, അന്യഗ്രഹ ജീവികളാണ് സാധാരണ നമ്മൾ ഏലിയൻസ് എന്ന് ഉദ്ദേശിക്കുക. അത് മിക്കവാറും മാർസിൽ നിന്നാണ്, ചൊവ്വ എന്ന് ഉദ്ദേശിക്കുക. ഇവിടെ ഒരു സൂപ്പർ ഹീറോ ഉണ്ട്. ഏതാ പേജ് നമ്പർ? 118, 118. ഈ മോഡലുള്ള എത്രണ്ണത്തെ നിങ്ങൾക്ക് അറിയാം? ഒന്ന് സൂപ്പർമാൻ, സ്പൈഡർമാൻ, ബ്ലാക്ക്മാൻ, ബാറ്റ്മാൻ, പിന്നെ ഫാൻറ്റം, ക്യാപ്റ്റൻ മാർവല്, പിന്നെ അങ്ങനെ കുറെ എണ്ണം. ഓക്കെ, കുറെ എണ്ണം ഉണ്ട്. എനിക്ക് അതായത് ഇത്ര നിങ്ങളുടെ അത്ര അറിയത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കുറെ എണ്ണൊക്കെ ഞാൻ ആദ്യം കേൾക്കുക. അതെയാ? ഓക്കെ, ഏതായാലും നമുക്കിവിടെ ഒരു ജോക്കാണ്. ദ ജോക്ക്. നമ്മുടെ ഫസ്റ്റ് ലെസൺ, ഈ 7ാമത്തെ യൂണിറ്റിന്റെ ഫസ്റ്റ് ലെസൺ ഇൻ പേജ് നമ്പർ 119. പേജ് നമ്പർ 119. ദ ജോക്ക്, തമാശ. എല്ലാവർക്കും ഇഷ്ടമല്ലേ? നമുക്ക് ഈ പാഠം ഇന്ന് തീർക്കണം. അപ്പൊ ഇച്ചിരി സ്പീഡിൽ പോവുകയാണെങ്കിൽ ഇതൊന്ന് തീർക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കതൊരു ജോക്കാക്കി മാറ്റാം. A spacecraft lands in a small modern village. An alien creature emerges from the spacecraft and assumes human form. Read on about the absurdity of the situation and find out on whom the joke is finally played. ഒരു സ്പേസ് ക്രാഫ്റ്റ് വന്ന് ലാൻഡ് ചെയ്യുന്നു നമ്മുടെ ഒരു സാധാരണ ഒരു വില്ലേജില്. അതിനകത്തൊരു ഏലിയൻ ക്രീച്ചർ ഇറങ്ങി വന്നിട്ട് മനുഷ്യന്റെ രൂപം സ്വീകരിച്ചു. മനുഷ്യന്റെ രൂപത്തിലേക്കായി. എന്നിട്ട് ഇങ്ങനെ അവിടെ എന്താ സംഭവിക്കുക നമുക്ക് പിന്നെ നോക്കാം. The sun had just set behind the green hills in the distance. Venus shone silvery bright like the lonely sentinel in the dusky sky. Okay, the sun had just set behind the green hills in the distance and Venus shone silvery bright. Venus means which one? വീനസ് വില്യംസ് ആണോ? വീനസ് ആരാ? വീനസ് മൈ ഗോഡ്, വീനസ് നമ്മുടെ സെക്കൻഡ് പ്ലാനറ്റ്. ശുക്രൻ. കേൾക്കുന്നില്ലേ? അതെയാ? ഓക്കെ. Venus shone silvery bright like a lonely sentinel in the dusky sky.
ആകെയുള്ള ഒരു സിംഗിൾ വാച്ച്മാനെ പോലെ നമ്മുടെ വീനസ് അവിടെയുണ്ട്. The inhabitants of the small modern village of Venusganj. What is the name of the village? Venusganj. Were glued to their television sets watching the evening news. എല്ലാവരും ഈവനിങ് ന്യൂസ് കാണാൻ വേണ്ടിയിട്ട് ടിവിയുടെ മുമ്പിലാണ്. Nobody noticed a streak of light that appeared in the southern part of the sky near the hills. സ്കൈയുടെ സദേൺ പാർട്ടില് തെക്ക് വശത്തായിട്ട് ഒരു ലൈറ്റ് വന്നിങ്ങനെ ഇറങ്ങിയത് ആരും കണ്ടില്ല. A few who did see it took it to be the tail of a meteor, a common sight in the sky. സാധാരണ നമുക്ക് രാത്രി നല്ല ക്ലിയർ നൈറ്റ് ആണെങ്കിൽ രാത്രി ഇറങ്ങി നോക്കിയാൽ കാണാം ആകാശത്തോടെ കുറെ നക്ഷത്രങ്ങൾ പോലെ അതിലേക്ക് ഓടുന്നതൊക്കെ കാണാം. കണ്ടിട്ടുണ്ടോ? അതിൽ പേടി മാറിയിട്ട് വേണ്ട രാത്രി പുറത്തിറങ്ങാൻ അല്ലേ? ആണോ? രാത്രി പുറത്തിറങ്ങുന്ന എത്ര പേരുണ്ട്? ഒറ്റയ്ക്ക് ഉണ്ട്. ഓക്കെ. സാധാരണ നമുക്കിപ്പം ക്ലിയർ സ്കൈ ആണെങ്കിൽ നമ്മളൊന്നും മേഘമൊന്നും ഇല്ലെങ്കിൽ ആകാശത്ത് നോക്കിയാൽ കുറെ സ്റ്റാർസ് ഉണ്ടാവും. അതുപോലെ തന്നെ കുറെ എന്തെങ്കിലുമൊക്കെ ചില അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതാണ്. നക്ഷത്രം ഓടിപ്പോവാന്നൊക്കെ നമ്മൾ പറയും ചിലപ്പോ. കണ്ടിട്ടുണ്ടോ? അത് പല തരത്തിലുണ്ട്, പല രീതിയിലുണ്ട്. അതെല്ലാം ഓരോരോ എന്താ പറയുന്നത്, ധൂമകേതുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പം കുറച്ചു പേര് ഇത് കണ്ടു ഈ ലൈറ്റ് വരുന്നത്. പക്ഷെ അത് അവര് വിശ്വസിച്ചത് അതൊരു മീറ്റർ ആണ്. A common sight in the skies. The streak of light soon turned into a ball. ഈ ലൈറ്റ് ഒരു ബോളായി മാറി. But before the radio interference from its presence could affect the television transmission, the ball had landed in the garden of a house on the outskirts of the village. വില്ലേജിന്റെ ഔട്ട്സ്കേർട്സിലുള്ള ഒരു പുറം വശത്തൊരു വീടിന്റെ ഗാർഡനിൽ ഇത് ലാൻഡ് ചെയ്തു. The ball-like spacecraft remained still for some time. Then a hatch opened at the top. A moment later, a spider-like creature clambered out of the hatch and dropped onto the grass. You imagine that situation. അതൊന്ന് ചിന്തിച്ചു നോക്കണം. ഈ ബോൾ ലൈക്ക് സ്പേസ് ക്രാഫ്റ്റ് കുറച്ചു നേരം അങ്ങനെ തന്നെ ആ ഗാർഡനിൽ കിടന്നു. പിന്നെ മെല്ലെ അതിന്റെ എന്താണ് ഒരു ഡോറ് പോലെ ഓപ്പൺ ചെയ്തു വന്നു. അതിനകത്തൊരു സ്പൈഡറിനെ പോലെ ഒരു ജീവി ഇറങ്ങി വന്നു, ആ പടത്തിൽ കാണുന്നത് പോലെ. Close by the stone statue of a bespectacled man that had one hand on its waist while the other held a flower. ഒരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു. ആ ഗാർഡനിൽ ഒരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു. ആ സ്റ്റാച്ചു ഇങ്ങനെ ഒരു പൂവൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സ്റ്റാച്ചുവാ. ഒരാളുടെ പടമല്ല, സോറി, ഒരു സ്റ്റാച്ചു, ഒരു പ്രതിമ. Close by the stone was a statue of a bespectacled man who had one hand on its waist. ഒരു കൈ അരക്കി വച്ചിരിക്കുകയാണ്. While the other held a flower. This man had done a lot for the preservation of the flora and fauna of the region. What is flora and fauna? Science-il പഠിച്ചിട്ടുണ്ടാവുമല്ലോ flora and fauna. Flora means vegetation എന്ന് പറഞ്ഞാൽ മരങ്ങളും ചെടികളും അതെല്ലാമാണ് ഫ്ലോറ. ഫൗണ എന്ന് പറഞ്ഞാൽ അനിമൽസ്, ബേർഡ്സ്. ഓക്കെ, അതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു അത്. When the alien creature saw the statue, it became still, examining the statue with its beady eyes. The next moment, it became a replica of the statue. It was the same shirt and shorts and wore the same pair of spectacles. You see, നമ്മുടെ ഏലിയൻ ക്രീച്ചർ ഇങ്ങനെ ഇറങ്ങി വന്ന് നോക്കുമ്പോൾ അതാ നിൽക്കുന്ന ഒരു സ്റ്റാച്യു. ഉടനെ ഇവൻ ഈ സ്റ്റാച്യുവിന്റെ രൂപം സ്വീകരിച്ചു. അതേപോലെ സ്റ്റാച്യുവിനെ പോലെ തന്നെ
ആ സ്റ്റാച്യൂവിൽ എന്തെല്ലാമാണ് ഉള്ളത് അതെല്ലാം ആയി മാറി നമ്മുടെ ഏലിയൻ. ഷർട്ടും എല്ലാം സെയിം. പിന്നെന്താ, കണ്ണാടിയൊക്കെ ഉണ്ട്, സ്പെക്ടക്കിൾസ് എന്നെ പോലെ. അപ്പോൾ spectacles. It also had one hand on its waist and in the other hand it held a flower as if the statue had come alive. But there was one difference. The copy did not have human legs. കണ്ടാൽ അതേ സ്റ്റാച്യു, ഒറ്റ വ്യത്യാസം മാത്രം. എന്താണ്? ശരിക്കും നോക്കുവാണെങ്കിൽ ഈ പ്രതിമയ്ക്ക് ജീവൻ വെച്ചതുപോലെ ഇറങ്ങി വരുന്നത് പോലെ ഉണ്ട്. ഒറ്റ വ്യത്യാസം മാത്രം. എന്താണ് വ്യത്യാസം? കാല് മാത്രം സ്പൈഡറിന്റെ, മനുഷ്യന്റെ അല്ല. നമ്മളെ പുതിയ ഏരിയയിൽ വന്ന് ഈ സ്റ്റാച്യുവിന്റെ രൂപം സ്വീകരിച്ചപ്പം കാല് മാത്രം പഴയ എന്താ പറയുന്നത്, സ്പൈഡറിനെ പോലെയാ. The alien creature now began to move on its small spidery leg. It approached the lit porch of the sprawling house. It stopped for a second when it heard a dog bark. ഒരു പട്ടി കുരയ്ക്കുന്ന കേട്ടപ്പം അത് അവൻ നിന്നു. The creature scurried on. എന്താണ്? moved on. For a way to enter the house, the dog continued to howl and bark. നമുക്കറിയാം, പട്ടി ഓരിയിടുന്ന കേട്ടിട്ടില്ലേ? എങ്ങനെ? എന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി കുറുക്കം കൂവുന്ന പോലെ കൂവും. അത് കാരണം, പഴയ കാരണന്മാര് പറയുന്നത് എന്താ? പ്രേതത്തിനെ കാണുമ്പോഴാണ്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, നമ്മുടെ യമദേവൻ കാലൻ വരുമ്പോഴാണ്, കാലനെ കാണുമ്പോൾ ആ പട്ടി അങ്ങനെ ഓരിയിടുന്ന പറയുന്നേ. ഇതൊന്നും കേട്ടിട്ട് ആർക്കും ഒരു പേടിയില്ല? എന്ത് സാധാരണ അല്ലേ? പിന്നെ എന്റെ വീട്ടിലത്തെ ഒരു പട്ടി എപ്പോ എന്റെ വീട്ടിലുണ്ട്. അതെപ്പോ രാത്രി മീനെല്ലാം വരുമ്പോ ഓരിയിടും. അതെയാ? ഓക്കെ, ഏതായാലും ഈ പറയുന്ന പോലെ അങ്ങനെ ആണോ? ഏതായാലും the dog continued to howl and bark. It took a while for the door to open. നമ്മുടെ ക്രീച്ചർ പോയി ഡോറെ മുട്ടി, നമ്മുടെ ഏലിയൻ പോയി ഡോറെ മുട്ടി. അപ്പോഴിതാ ഒരാൾ ഇറങ്ങി വന്നു. In the dim light of the porch, its body gleamed. With the folded hands, it greeted the visitor. Namaste. It was a robot housekeeper. ആരായിരുന്നു അത്? മനുഷ്യനാണോ ഇറങ്ങി വന്നത്? വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് ഒരു റോബോട്ടാണ്, റോബോട്ട് ഹൗസ് കീപ്പർ. അതുകൊണ്ടാണ് റോബോട്ട് വന്ന് നമസ്തേ എന്ന് പറഞ്ഞു. എന്നിട്ട് അകത്തേക്ക് ക്ഷണിച്ചു. നമസ്തേ said the alien creature imitating the robot. നമുക്ക് ആ പടം ഒന്ന് നോക്കിക്കേ. ഏലിയൻ വന്നിരിക്കുന്നു. അതാ ഒരു ഓറഞ്ച് കളറില് നമ്മുടെ പ്രതിമയിലുള്ള പോലെ സ്പെക്ടക്കിൾസ് ഒക്കെ വെച്ച്, ഒരു പൂവൊക്കെ പിടിച്ച്, കൈയൊക്കെ ഇങ്ങനെ എളിയിൽ വെച്ചാ വന്നിരിക്കുന്നത്. പക്ഷെ കാല് മാത്രം കണ്ടോ, സ്പൈഡറിനെ പോലെ. റോബോട്ടാണ് നമ്മുടെ വീടിനകത്ത് കാണുന്നത്. Please come in, sir, said the robot in a cold metallic voice. I am sorry to inform you that Dr. and Mrs. Sony and their children are not at home. You may wait. എന്തെന്നാണ് നമ്മുടെ റോബോട്ട് പറഞ്ഞത്? You may come in, sir. Please wait. Please come in, sir, and wait here. I am sorry. Dr. and Mrs. Sony are not here. അവരുടെ ചിൽഡ്രനും ഇവിടെ വീട്ടിലില്ല, അവര് പുറത്തു പോയിരിക്കുകയാണ്. Please wait. The alien creature hesitated for a second as the dog in the porch began to howl and bark again. The alien creature hesitated. What is hesitation? സംശയിച്ചു, വേണോ വേണ്ടേ, അകത്തേക്ക് കയറണോ ഇരിക്കണോ വേണ്ടേ എന്ന് ചിന്തിക്കുന്നതാണ് ഹെസിറ്റേഷൻ. നമ്മുടെ ഡോഗ് വീണ്ടും ഒരേപോലെ ബാർക്ക് ചെയ്യാൻ തുടങ്ങി. Please sit down, sir, said the robot, pointing to a sofa in the living room. Would you like to have a drink? അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ റോബോട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുവോ? ഇങ്ങനെയൊക്കെ ചോദിക്കുവോ? ചോദിക്കും. ഗുഡ്. കാരണം എന്താ? അത് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നതാ, അതുകൊണ്ട് അങ്ങനെ ചോദിക്കും.
അപ്പൊ എന്താ പറഞ്ഞ ഇത് നേരത്തെ പ്രാക്ടീസ് കൊടുത്തിരിക്കുന്ന ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പെരുമാറണം എന്ന്. ഓക്കെ, അപ്പൊ എന്താ പ്ലീസ് സിറ്റ് ഡൗൺ സാർ എന്ന് പറഞ്ഞുകൊണ്ട് സോഫയിലേക്ക് പോയിന്റ് ചെയ്ത് കാണിച്ചു. എന്നിട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ് എ ഡ്രിങ്ക്? The alien creature hesitated. I am eager to know how living beings, I mean people like you, live here. It is said carefully. നമ്മുടെ ഏലിയൻ വന്നിട്ട് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ ഈ ജീവനുള്ള ആൾക്കാർ എങ്ങനെയാ പെരുമാറുന്നതെന്ന് എനിക്കൊന്ന് അറിയണം. അപ്പൊ നമ്മുടെ റോബോട്ട് എന്ന് പറഞ്ഞു, ലൈക്ക് എവരിബഡി എൽസ് സാർ, റിപ്ലൈഡ് റോബോട്ട്. സാധാരണ എല്ലാവരെയും പോലെ. നോ, ഐ മീൻ വാട്ട് കൈൻഡ് ഓഫ് ലൈഫ് ഡു യു ലീഡ്? ഹൗ ഡു യു സ്പെൻഡ് യുവർ ടൈം? എങ്ങനെയാണ് നിങ്ങളുടെ സമയം സ്പെൻഡ് ചെയ്യുന്നത്? വാട്ട് ഡു യു ഈറ്റ് ആൻഡ് ഡ്രിങ്ക്? വാട്ട് ഡു യു ഡു ഡ്യൂറിങ് യുവർ സ്പെയർ ടൈം? നിങ്ങളുടെ ഫ്രീ ടൈമിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? എന്താണ് കുടിക്കുന്നത്? എന്താണ് കഴിക്കുന്നത്? എങ്ങനെയാണ് സമയം കളയുന്നത്? Oh, I see, said the robot. You want to know all about me? Well, I am programmed for several functions. ഇഷ്ടംപോലെ ഫംഗ്ഷന് വേണ്ടിയിട്ട് എന്നെ പ്രോഗ്രാം ചെയ്തു വെച്ചിട്ടുണ്ട്. I cook food, wash dishes and take Jimmy for a walk. Who is Jimmy? I cook food, I wash dishes and take Jimmy for a walk. I like Jimmy. അത് പുറത്ത് കുറച്ചോണ്ടിരിക്കുന്ന പട്ടിയാ. ഓക്കെ, ഡോഗ്, നായ. അവനെ നടക്കാൻ കൊണ്ടുപോകും. ഇതെല്ലാം നമ്മുടെ റോബോട്ട് ചെയ്യുന്ന കാര്യങ്ങളാ. മൈ മെയിൻ ഫുഡ് ഈസ് ഇലക്ട്രിസിറ്റി. എന്റെ മെയിൻ ഫുഡ് എന്താണ്? കേരളത്തിൽ നമ്മുടെ മെയിൻ ഫുഡ് എന്താണ്? സദ്യ. അതെ, സദ്യ. മിക്കവാറും റൈസ് ആണ് മെയിൻ. അതിന്റെ കൂടെ ബാക്കി കറികളും അങ്ങനെയെല്ലാം കൂടെ വരും. പക്ഷേ മോർണിംഗ് ഓക്കെ ഉണ്ട്, പല ഐറ്റംസ് ഉണ്ട്. ഇവിടെ നിങ്ങളുടെ ജീവിത രീതി എങ്ങനെയാണ്, നിങ്ങളുടെ ഫുഡ് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ റോബോട്ട് പറയുകയാണ്, മൈ മെയിൻ ഫുഡ് ഈസ് ഇലക്ട്രിസിറ്റി. എന്താ അങ്ങനെ പറയാൻ കാരണം? വെരി കറക്റ്റ്. അതായത് റോബോട്ട് എങ്ങനെയാ പോകുന്നത്, എങ്ങനെയാ റൺ ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റിയിലാണ്. അപ്പൊ റോബോട്ട് ഇലക്ട്രിസിറ്റിയിലാണ് റൺ ചെയ്യുന്നത്. അതുകൊണ്ടാണ് റോബോട്ട് പറഞ്ഞത്, ഞാൻ ഇലക്ട്രിസിറ്റിയാണ് തിന്നുന്നത്. എന്റെ ഫുഡ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ആണ്. Then my main food is electricity, and once in a year I am overhauled at the workshop. വർഷത്തിൽ ഒരിക്കൽ എന്നെ റിപ്പയർ ചെയ്യും. The alien creature nodded and asked, can I take a look around your house? I want to see how you live. നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് എനിക്കൊന്ന് അറിയണം. അതുകൊണ്ട് ഈ വീടിന് ചുറ്റും ഞാനൊന്ന് നടന്നു നോക്കിക്കോട്ടെ. At your service, sir, said the robot. Please follow me. അതിനെന്താ സാറേ, എന്റെ കൂടെ പോരെ, ഞാൻ നടത്തി കാണിക്കാം എന്ന് പറഞ്ഞു. The robot took the creature round the house. The creature noted every detail with care. All this while, Jimmy continued to howl and bark. കേട്ടോ, ജിമ്മി അതേപോലെ ഒരേ കൊരയും ഒരേ ഓരിയിടലും. പട്ടി കാലം കൂവാന്നൊക്കെ പറയുന്നില്ലേ, അത്. With care. After its inspection of the house, the creature headed for the front door. I have to leave now. Thank you, it said. അത് പറഞ്ഞു, എനിക്ക് പോകാൻ സമയമായി, ഞാൻ പോവുകയാണ്, താങ്ക് യു. Won't you wait for the doctor and his family? Asked the robot. റോബോട്ട് ചോദിച്ചു, ഡോക്ടറും ഫാമിലിയും വരുന്നോടം വരെ താങ്കൾ വെയിറ്റ് ചെയ്യുന്നില്ലേ? I think they should be arriving any moment now. ഇപ്പോൾ തന്നെ അവർ വരാൻ, ഇപ്പോൾ മുതൽ എപ്പോ വേണേലും അവർ വരാം, അത്ര വരാൻ സമയമായി. No, I think I have seen enough to report. I have to go. Okay, എനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടം പോലെ സാധനങ്ങൾ മതി, ഇത്രയും മതി. So I have to go now. The creature returned to its original spider-like form.
അത് നമ്മുടെ ഷേപ്പ് മാറി വീണ്ടും സ്പൈഡറിന്റെ ഷേപ്പിലേക്കായി. It clambered into its spacecraft and closed the hatch. In a short while, the sphere glowed orange and took off. For a few seconds, it hovered over the ground and then shot up like a cannonball. നമ്മുടെ ക്രീച്ചർ വന്നു, നേരെ വീണ്ടും അതിന്റെ ആ സ്പേസ് ക്രാഫ്റ്റിന്റെ അടുത്തേക്ക് പോയി. ആ ബോളിന്റെ ഹാച്ച് ഡോർ ഓപ്പൺ ചെയ്തു, അതിലേക്ക് വലിഞ്ഞു കയറി, അടച്ചു. കുറച്ചു നേരം അങ്ങനെ ഇരുന്നു. വണ്ടി സ്റ്റാർട്ടാക്കി. കുറച്ചു നേരം അത് ഇങ്ങനെ ഒന്ന് കറങ്ങി. പിന്നെ ഒരൊറ്റ പോക്ക്, ഷോട്ട് അപ്പ് ലൈക്ക് എ കാനൺ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വെടിയുണ്ട പോലെ ഒറ്റ പോക്ക് ആകാശത്തേക്ക്. Instead of falling down like a meteor, the orange ball streaked up into the sky to vanish forever. മൊത്തം ഇങ്ങനെ ഒറ്റ പോക്ക. When the Sonys returned, the robot told the doctor about the strange visitor who had left neither its name nor a message. നമ്മുടെ വീട്ടിന്റെ ഉടമസ്ഥൻ സോണിയൊക്കെ വന്നപ്പം, എന്താ ഡോക്ടർ സോണിയൊക്കെ വന്നപ്പം നമ്മുടെ റോബോട്ട് പറഞ്ഞു ഇങ്ങനെ ഒരാൾ വന്നിരുന്നു, പക്ഷെ മെസ്സേജ് ഒന്നും തന്നിട്ടില്ല, പേരുമില്ല. So Dr. Dhoni pressed a button on the robot's chest. Immediately a screen lit up and on it flashed the image of the visitor from the robot's computer memory. റോബോട്ടിന്റെ മെമ്മറി ഉണ്ട്, അതിലേക്ക് ഒരു പ്രസ് ചെയ്തപ്പോൾ എന്ത് വന്നു? ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം തെളിഞ്ഞു വന്നു സ്ക്രീനിൽ. Dr. Soni was dumbstruck. It was the face of his father. ആരാ? ഫാദറിന്റെ അതേ ഫേസ്. How could his father, who had been dead for more than 5 years, have come back? 5 വർഷം മുമ്പ് മരിച്ച ഫാദർ എങ്ങനെയാണ് തിരിച്ചു വരുന്നതെന്നാണ് നമ്മുടെ ഡോക്ടർ സോണി ചിന്തിച്ചത്. He laughed at himself. He had never believed in ghosts. പ്രേതങ്ങളെ ഒന്നും വിശ്വാസമില്ല അദ്ദേഹത്തിന്. The robot was probably playing a trick. He must check his programming, he thought. ഈ റോബോട്ടിന് എന്തോ കുഴപ്പമുണ്ട്, അതിന്റെ പ്രോഗ്രാമിന് എന്തോ കേട് പറ്റിയെന്നാണ് നമ്മുടെ ഡോക്ടർ സോണി വിചാരിച്ചത്. Dr. Soni and the family were laughing about the trick, and miles away the spherical spacecraft was racing away from the earth at a tremendous speed. അങ്ങ് മൈലുകൾക്കപ്പുറം നമ്മുടെ സ്പേസ് ക്രാഫ്റ്റ്, ഇവിടെ വന്ന സ്പേസ് ക്രാഫ്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. It was on its way to its home star, Betelgeuse. Betelgeuse എന്നാണ് ഇദ്ദേഹത്തിന്റെ സ്പേസ് ക്രാഫ്റ്റിന്റെ പേര്, അല്ല സോറി, സ്റ്റാറിന്റെ പേര്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. In the Orion constellation, its sole occupant, the spider-like creature, was perched on a web-like stool with half its legs pressed on the control knobs of the spacecraft. It was dictating a report to its home station on a planet near Betelgeuse. ബെറ്റൽഗീസിന് അടുത്തുള്ള ഒരു പ്ലാനറ്റിലേക്ക് മെസ്സേജ് വിടുക. എന്താ മെസ്സേജ്? ആരാ മെസ്സേജ് എഴുതുന്നത്? അത് ഏലിയൻ. ഏലിയൻ എന്താ എഴുതുന്നത്? The living beings on the third planet around the star locally called the sun are peculiar. മൂന്നാമത്തെ പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന സൺ ഒരു പെക്യൂലിയർ ആണ്. They eat and drink electricity and are made of metal. മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. എന്താ? They eat and drink electricity. മനുഷ്യന് ഇലക്ട്രിസിറ്റി ആണോ കഴിക്കുന്നത്? അല്ല. പിന്നെന്താ അങ്ങനെ പറയാൻ കാരണം? റോബോട്ടിനെ കണ്ടതുകൊണ്ട്. അതെ, ഇത് വന്നപ്പോൾ, നമ്മുടെ ഈ ഏലിയൻ വന്നപ്പോൾ ആകെ കണ്ട റോബോട്ടിനെയാ. റോബോട്ട് മനുഷ്യനാണെന്ന് ഓർത്താണ് പറയുന്നത്. മെറ്റലാണ്. അതിനകത്ത് ഈ മനുഷ്യനെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാ? മെറ്റൽ കൊണ്ടാണ്.
Their pets are, however, organic beings which howl and bark at you. പക്ഷെ അവരുടെ പെറ്റ്സ് സാധാരണ ജീവനുള്ള ബാക്കിയുള്ള ഇതാ. അതെന്താ? നിങ്ങളെ നോക്കി നമ്മളെ നോക്കി കുരയ്ക്കും, ഓരിയിടും, അല്ലെങ്കിൽ കാലം കൂവും, അങ്ങനെയൊക്കെ ഉണ്ട്. Rather, a curious plan is to have two totally different types of beings. ഒന്ന് ഓർഗാനിക് ബീയിങ്സും ഒന്ന് മെറ്റൽ ബീയിങ്സും അങ്ങനെയുള്ളതാണ് ഭൂമി. But then the universe is such a bizarre place. ഏതാണേലും യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ കുറെ അറിയപ്പെടാത്ത സത്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഏതായാലും ഭൂമിയിൽ മനുഷ്യര് തിന്നുന്ന എന്താ? ഇലക്ട്രിസിറ്റി ആണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, that is our lesson. Dilip M. Salvi has written it. ഈ ലെസൺ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യുന്നത് നമ്മുടെ ആ ലെസന്റെ ഒരു ഫ്ലോ വരുന്നില്ലാത്തത്. ഇവിടുന്ന് ഭയങ്കര ശബ്ദം വരുന്നുണ്ട്, അതുകൊണ്ടാണ്. സാറേ അവസാനം പറഞ്ഞ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് കേൾക്കാവോ സൗണ്ട്? അവിടെ കല്ല് പൊട്ടിക്കുന്ന സൗണ്ട് വരുന്നുണ്ട്, അത് ഭയങ്കര ഡിസ്റ്റർബൻസ് സൗണ്ട്, ഫ്ലോയിൽ എടുക്കാൻ പറ്റാത്ത. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തീർത്തത്. ഓക്കെ, നോ പ്രോബ്ലം. വി വിൽ കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് സാറ്റർഡേ. അന്നത്തേക്കും കുറെ വർക്ക് തീരുമെന്ന് കൂട്ടാം. സോ ആ ലെസൺ അവിടെ വരെ ഒന്ന് വായിച്ചാൽ മാത്രം മതി. ഈ ശബ്ദം കാരണം ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, സോ വി വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ഓൺ സാറ്റർഡേ. ബൈ. അതൊന്ന് വായിച്ചാൽ മതി.